വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇഡി. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി മാനേജ്മെന്റ് അംഗങ്ങൾക്കും ഡോക്ടർമാർക്കും ഈ ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് നൽകിയിട്ടുണ്ട്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റ് ആശുപത്രിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസം ലേക്ക് ഷോർ ആശുപത്രിയുടെ MD-യെയും ഡോക്ടർമാരെയും കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കൊപ്പം. അർജുനി, നജീബുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവയവ കച്ചവട മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് കാസർഗോഡ് സ്വദേശി നജീബ്. അയാളുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നമ്മളെ ഞെട്ടിച്ചതാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിയിലെ പ്രധാനപ്പെട്ട പേരുകേട്ട സ്വകാര്യ ആശുപത്രികൾക്ക് ഇതിൽ എന്താണ് പങ്ക്? ഡോക്ടർമാർ ഏതൊക്കെ തരത്തിൽ ഈ സംഘത്തെ സഹായിച്ചിട്ടുണ്ടോ? അവർ പണം പറ്റിയിട്ടുണ്ടോ? കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ? ഒത്താശ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്കാണോ ഇഡിയുടെ പോക്ക്, അർജുൻ? ഷിഹാസ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ വ്യാജരേഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവയവദാനം നടത്തുന്ന ഒരു മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ പരിശോധനകളും അറസ്റ്റുകളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഈ സംഘത്തിലെ മുഖ്യപ്രതിയായ നജീബിനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇഡി രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെ ഇഡി വിവിധ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികളിൽ മിന്നൽ റെയ്ഡ് ഒരു ദിവസം നടത്തുകയും ചെയ്തിരുന്നു. ഈ റെയ്ഡിലാണ് നിരവധി രേഖകൾ കണ്ടെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ആശുപത്രികളും അതോടൊപ്പം തന്നെ ഈ അവയവ മാഫിയും തമ്മിൽ ഇത്തരത്തിൽ അവിശുദ്ധ ബന്ധമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ലേക്ക് ഷോർ ആശുപത്രി മാനേജ്മെന്റിനെയും അതോടൊപ്പം തന്നെ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തി ഇഡി ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ മാനേജ്മെന്റ് അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്കും സമൻസ് നൽകിയിരിക്കുകയാണ്. ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ആശുപത്രികൾക്കോ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആശുപത്രി അധികൃതരെയും വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. നിലവിൽ ഇഡി അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഈ രേഖകൾ തെളിയിക്കുന്നത് ഒരു വിപുലമായ ശൃംഖല അല്ലെങ്കിൽ ഒരു റാക്കറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരും മാനേജ്മെന്റ് അംഗങ്ങളും അടക്കമുള്ളവരും ഈ റാക്കറ്റിന്റെ ഭാഗമാണ് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എന്തായാലും ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിൽ എന്ത് നടപടിയിലേക്കാണ് ഇഡി കടക്കുക എന്നത് കാത്തിരുന്ന് കാണാം. ശരി അർജുൻ.